ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് എവിടെയോ ഇവിടെ ഉണ്ട്. ഒരു ചിഹ്നം വിളി കേട്ടിട്ടുണ്ട്. ചെറിയൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഇന്നത്തെ ഉറക്കം മൊത്തം പോയി. ക്യാമ്പിനകത്ത് പാമ്പ്. രുചിയുള്ള കഥകളുമായി കഥ പറയാൻ വന്നേടോ. ഹംഗ്രി ട്രക്കറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളിന്ന് ഫോറസ്റ്റ് റൂട്ടിലൂടെ പോയി അവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ അവിടെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒരു ഫോറസ്റ്റ് നൈറ്റ് സഫാരിയൊക്കെ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളവിടെ കുക്ക് ചെയ്യാനുള്ള ചിക്കൻ, അതിനുവേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നൈറ്റ് തിക് ഫോറസ്റ്റിനുള്ളിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ അവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് നൈറ്റ് സഫാരിയൊക്കെ പോകുന്ന ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. നമുക്ക് ആനിമൽ സൈറ്റിങ് കിട്ടാനുള്ള ചാൻസ് 101% കൂടുതലാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മൾ ഇന്നേ വരെ പോകാത്ത ഒരു ഫോറസ്റ്റ് എൻട്രിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. വളരെ വ്യത്യസ്തവും അതേപോലെ തന്നെ കുറച്ച് അപകടകരവുമായിട്ടുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ വിധത്തിലുള്ള പെർമിഷൻസും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ളത് കേട്ടോ. ഫോറസ്റ്റിനോട് എൻ്റർ ആയിട്ടുണ്ട്. അവിടുത്തെ ഓഫീസർമാർ പറഞ്ഞത് നമ്മൾ ആനിമൽസിനെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തി അതിന് പോകാനുള്ള സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പോകാവൂ. വണ്ടി ഇടയ്ക്ക് നിർത്താൻ പാടില്ല എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഏറ്റവും അപകടം പിടിച്ച ഒരു വനപാതയാണ് അച്ചൻകോവിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതുവഴി പോയി നമ്മളവിടെ സ്റ്റേ ചെയ്യാനുള്ള ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനി വരുന്നത് ഫുൾ ഓഫ് റോഡായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി ഈ റൂട്ടിൽ നമ്മുടെ വണ്ടികൾ മാത്രമേ കാണത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അടിപൊളിയാണ്. ഡീപ് ഫോറസ്റ്റിന്റെ ആ ഒരു ആംബിയൻസ് നമുക്ക് അവിടെ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ആന ഒരു റിവർ ക്രോസ് ചെയ്യുന്നത് റിയൽ ആയിട്ട് കാണുന്നത്. റിവർ ക്രോസ് അത്രയും പ്രിസൈസ് ആയിട്ട് കാണുന്നത്. അതിൽ വേറൊരു സംഭവം എന്ന് പറയുന്നത് ആന മൂവ് ചെയ്തപ്പോഴത്തേക്കിന് ഒരു ചിഹ്നം വിളിച്ചു. അത് ഫീൽ ചെയ്യാൻ പറ്റി. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമയിലൊക്കെ ഒരു രോമാഞ്ചം. അത് ആ ഒരു രക്ഷയില്ല. ഇവിടുന്ന് രാവിലെ ചിക്കൻ മാത്രമേ മേടിച്ചുകൊണ്ട് വന്നുള്ളൂ. അപ്പം ബാക്കിയുള്ള ഫുഡിനുള്ള ചപ്പാത്തി, ബ്രെഡ് അങ്ങനെയുള്ള സാധനമൊക്കെ മേടിക്കാനിട്ടാണ് ഇവിടെ ഒരു കൃഷ്ണ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഷോപ്പിലോട്ട് വന്നതാണ്. ഇവിടുത്തെ ആംബിയൻസ് ആണ് ഏറ്റവും മെയിൻ. അടിപൊളി സാധനം. മഴയാണ്, ഷീറ്റിന്റെ കൊണ്ടൊക്കെ ഉണ്ട്, ശബ്ദമുണ്ട്. ഇങ്ങനെ ഇവിടെ കിടങ്ങുണ്ട്, ആ സൈഡ് കിടങ്ങുണ്ട്. നമ്മുടെ പ്രൊട്ടക്റ്റഡ് ആണ് അത്യാവശ്യം.
പിന്നെ ഓപ്പണാണ് നെറ്റാ കണ്ടോ, നെറ്റാണ് ഗ്രില്ലിട്ട് കവർ ചെയ്തേക്കാണ്. അപ്പോൾ നമുക്കിത് വൈബ് എന്താ വെച്ചാൽ കാറിൻ്റെ അടുത്ത് റേഞ്ച് ഇല്ല, ലൈറ്റ് ഉണ്ട്, നമ്മൾ സോളാറാണ്, അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഓഫാക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ സീറ്റിൻ്റെ കൊണ്ടൊക്കെ വെള്ളം വീഴുന്ന ശബ്ദമുണ്ട്, എല്ലാം കൊണ്ടും ഒരു അടിപൊളി വൈബാണ് ഇപ്പോൾ ഇവിടെ. ഫോറസ്റ്റ് ഇറങ്ങിയിട്ട് നല്ല സൈലന്റ് ആണ്, ചെറിയൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. വേറൊരു വൈബ് അറിയാലോ, മഴ കാടിന്റെ ഒത്ത നടുക്ക് നല്ല മഴയത്തെ ഒരു ക്യാമ്പിൽ ഇതുപോലെ ഒരു ബൾബ് എന്തോ ഉള്ളു. അപ്പൊ ആ ഒരു ആംബിയൻസ് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ, അത്രയ്ക്ക് ആസ്വദിച്ചാണ്. നമ്മൾ ഡ്രീം ചെയ്ത പോലത്തെ ഒരു സ്പോട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ചിക്കൻ വിഭവങ്ങൾ നമുക്ക് വീക്ക്നെസ് ആണ്. ഇത് നമ്മൾ ഈ ഇറച്ചി വെക്കുന്നത് തീക്കകത്ത് വെച്ചാലേ കൊള്ളത്തുള്ളൂ കേട്ടോ, അടുപ്പില്. കുക്കറിലേക്ക് അയച്ച് മടുത്തിരിക്കുക. ചിക്കൻ കറിയുണ്ട്, ചിക്കൻ ഫ്രൈയും ഉണ്ട്, പൊളിക്കും. ചപ്പാത്തി എന്തായാലും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാ അല്ലേ. നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ചിക്കൻ കറി. സന്തോഷാറേ, ഇതിന്റെ ചെറുതിനെയാണ് അന്ന് കിട്ടിയത്. ഇളക്കിയിട്ട് റോഡ് ഇട്ട് ഓർമ്മ വേണ്ട, എന്റെ കുട്ടിയായിരുന്നു. അത് ഇവിടെ ഇരിക്കട്ടെ സാറേ, ഞാൻ പിന്നെ കാട്ടിക്കൊണ്ടേക്കാം. ഫോട്ടോ എടുക്കണം. ചൂടാക്കിയായിരുന്നു, ചൂടാക്കിയിട്ട് മുട്ടിച്ചാൽ മതിയായിരുന്നു. തല കുത്തല്ലേ ഉറക്കം മൊത്തം പോയി. ക്യാമ്പിനകത്ത് പാമ്പ്, മറ്റേ എന്ത് പാമ്പടത്, ശംഖുവരയൻ കഴിഞ്ഞ് പോയി. പേടിപ്പിക്കാതെ, ഇപ്പൊ ഇവിടെ ചെരുപ്പൊന്നുമില്ല ഇവിടെ നിൽക്കുന്നത്, മൊത്തം പേടിയാ. എന്നാലും ഇവിടെ കിടന്ന് ഉറങ്ങാൻ നല്ല പേടിയാണ്. അതല്ല, നമ്മള് അവരെ വെളിയിലോട്ട് പോയിട്ട് യാത്ര അയക്കാനായിട്ട് ടോർച്ചടിച്ചു ചിഹ്നം വിളി. ആനയുടെ ചിഹ്നം വിളി ക്യാമ്പിന്റെ പുറകിൽ. ഈ ചിഹ്നം വിളി കേൾക്കുമ്പോഴേ ഒരു വല്ലാത്തൊരു ചിൽസ് അടിക്കുന്നുണ്ട്, ചിൽസ്. അതിപ്പോ റോഡി ഇറങ്ങട്ടെ, സൗണ്ട് ഉണ്ടാക്കാതെ അതിനുമ്പ് ഈ കുപ്പി എടുത്ത് എവിടാന്ന് വെച്ചാൽ രണ്ടിനെ കൂടെ നോക്കാം. എങ്ങനെയും പേടിക്കണ്ട, ഇതിനെയാ പേടിക്കുന്നത് കേട്ടോ. ഈ ഭാഗത്ത് എവിടെയോ ഇവിടെ ഉണ്ട്, ഒരു ചിഹ്നം വിളി കേട്ടിട്ടുണ്ട്, അത് നോക്കുക. നമ്മളങ്ങനെ നൈറ്റ് സഫാരിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആനിമൽസിനെ കാണാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഏകദേശം ഒരു 11 മണിയായിട്ടുണ്ട്. ആനച്ചൂരുണ്ട്. അദ്ദേഹത്തിന് പച്ച കമ്പ് ഒടിച്ചിട്ടുണ്ടെന്ന് ഉണ്ടായിരുന്നത് നേരത്തെ.
മറ്റേ അവിടെ പക്ഷെ ആ ഏരിയയിൽ നല്ല മണം ഉണ്ടായിരുന്നു. ആ വഴി ഉണ്ട് കേട്ടോ ആന. ഇനി ഇറങ്ങി റോഡി ഇറങ്ങി അതുകൊണ്ട് ആനയുണ്ട്. മുന്നോട്ട് മുന്നോട്ട് നമ്മളിപ്പോൾ ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വൈപ്പർ നിന്നിട്ടാ ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഓഫ് ചെയ്യും. ഈ ഭാഗത്ത് ആനയുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. ഈ ഭാഗത്ത് ആന ഏതാണ്ട് മുന്നോട്ട് വിടും. അതെനിക്ക് താഴോട്ട് ഇറങ്ങി പോകാല്ലേ വെള്ളം കുടിക്കാൻ. ഈ രണ്ടെണ്ണം മേളിൽ നിന്ന് വന്നേ കേട്ടോ. ആന അവിടെ നിന്ന് മാറി കേട്ടോ. ഈ രണ്ടാനയായിരുന്നു രാവിലെ കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു. എവിടെ? ആ അതുകൊണ്ട് ബ്രൈറ്റ് കീടാ. അതുകൊണ്ട് ഇവിടെ ഒരു ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നേരെയല്ലേ അടുത്തോട്ട് തിരിക്കണം. ഈ ഭാഗത്താണ്ട് ആന നിൽക്കുന്നുണ്ട്. എൻ്റെ കിട്ടിയ ആന ആനാണ്ട് അവിടെ ഇപ്പം അങ്ങനെ നിൽക്കട്ടെ. വണ്ടി അങ്ങനെ നിൽക്കട്ടെ. ആണ്ട് ഇത് തിന്നുവെന്ന് തോന്നുന്നല്ലോ. നമ്മളെ ഇത് ശല്യമുള്ള ആനയാണ് കേട്ടോ. ഞാനിങ്ങോട്ട് നോക്കി ചേട്ടാ. ഇങ്ങോട്ട് പുറമോട്ട് ആയിട്ട് ഇടത്ത് നോക്കാം. ചേട്ടാ പുറകെ മുന്നിൽ ഇരിക്കുന്നു ചേട്ടാ. ഈ സൈഡിൽ പുറമെ ഇവിടെ കുഴപ്പമില്ല. ഈ സൈഡ് കുഴപ്പമില്ല. ലെഫ്റ്റ് കുഴപ്പമില്ല. ഒരു ചള്ളയൊക്കെ ഇറങ്ങിയിരുന്നു അവിടെ. ചള്ളയോടെ ഇവിടെ ഒരുപാട് ചേർക്കണ്ട. വണ്ടി ഓഫ് ചെയ്തോ? ഓഫ് ചെയ്യില്ല. മുന്നോട്ട് പോട്ടെ. ഈ സൈഡ് പൊള്ളിച്ചെടുത്തു. അവിടെ ഉണ്ട്. അടുത്ത് മേടിച്ചു. സൗണ്ട് കേട്ടില്ലേ? കേട്ട് വളം എത്തിയോ? മുന്നോട്ട് പോട്ടെ. അടുത്ത് ശരി. ഈ സൈഡ് വിളിക്കുക. നമ്മുടെ അടുത്ത് നിൽക്കുമായിരുന്നു. തിരിച്ചു പോയപ്പോ എനിക്കവിടെ പുറമോട്ട് വന്നിട്ടുണ്ടേ. ഞാൻ കണ്ടു. ആണോ? ഞാൻ ലൈറ്റ് അടിച്ചിട്ടൊക്കെ ചാടി വരും കേട്ടോ. മനസ്സിലാണ്ടില്ലല്ലോ. അല്ല ഇവിടെ സൗണ്ട് കിട്ടി. 2-3 സൈഡ് സൗണ്ട്. വേറെ ആന കേട്ടോ. ആണല്ലേ? ആനയല്ല. വേറെ ഉണ്ടായിരുന്നല്ലേ? വേറെ ഉണ്ടായിരുന്നു. ഈച്ചയുണ്ട്. ഞാനൊന്ന് പുലിയും ആന ചെറുപ്പം. ഓക്കെ ഇപ്പോഴാണ് ശ്വാസം നേരെ. നിങ്ങളെ വിളിച്ചോണ്ട് നിങ്ങളെ ഒറ്റയ്ക്ക് വിട്ടാൽ എനിക്കറിയാം. ആ കൊമ്പനാനെ ചിട്ടക്ക് എന്നിട്ടേ ആനക്കങ്ങ് മേലോട്ട് കയറിയാൽ മതി. ഒഴിഞ്ഞ് വന്നാൽ മതി. അതാണ് മാറുന്നില്ല. ഇനി ചിലപ്പോൾ കയറി പോയി കാണാം. ഇല്ല ആനയെ താഴോട്ടിറങ്ങി. ഞാൻ ഇനി കൊണ്ട് ഇപ്പുറത്തെ വളവ് വേലും കയറിയില്ലേ. ആ അന്നേരം താഴോട്ട് ഇറങ്ങുവാന. നമ്മളെ പുറമോട്ട് എടുത്താൽ ആന മുന്നോട്ടേ വരത്തുള്ളൂ. അവൻ ഇങ്ങോട്ട് വരുന്ന ആനയാണ് കേട്ടോ. ആ നമ്മുടെ അടുത്ത് വരുന്ന ആനയാണ്. ഇത് അങ്ങോട്ട് പോകാൻ തോന്നുന്നു. ഇവിടെ ഈ രണ്ടാന അല്ലാതെ വേറെ ഇപ്പുറത്തെ ആന ഇപ്പം ഉണ്ടാവും. ബുള്ളറ്റ് ഓടിച്ചേ വേറെ ആനയാണ്. വെട്ടം പോകും.
നമ്മൾ ഇന്നലെ നൈറ്റ് സഫാരി ഇറങ്ങിയിട്ട് ഉള്ള വിഷ്വൽസ് കണ്ടു കാണുമല്ലോ അല്ലേ. ഒരൊറ്റക്കൊമ്പൻ നമ്മുടെ റോഡിന് മുമ്പിൽ വന്നത് കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കാതെ തിരിച്ചിങ്ങി പോവുമായിരുന്നു. തിരിച്ച് വന്ന് നമ്മൾ ക്യാമ്പിൽ വന്ന് സ്റ്റേ അടിച്ചു. ഇപ്പോൾ ഏർലി മോർണിംഗ് ഏകദേശം ഒരു 6 മണി ആയപ്പോഴത്തേക്കിന് നമ്മൾ തിരിച്ച് വീണ്ടും സഫാരിക്ക് പോവുകയാണ്. ആന സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആന നമ്മുടെ ഫേസിൽ ഓപ്പോസിറ്റ് വരുവാണ്. ഇച്ചിരി കൂടെ റിവേഴ്സ് എടുത്ത് വെച്ചോ. ഇല്ല, ഇനി എടുത്തില്ല. അല്ല അതെങ്ങോട്ട് പോകണം? ആന ഞങ്ങളുടെ നേരെ ഫ്രണ്ടിൽ ചിഹ്നം വിളിച്ചുകൊണ്ട് ഫ്രണ്ടിലോട്ട് പാഞ്ഞു വരുന്നു. അങ്ങോട്ട് പോയിട്ടില്ല. കേട്ടോ. 10-20 മിനിറ്റായിട്ട് ഇവിടെ സ്റ്റക്കാ. ആന ഫ്രണ്ടിൽ അതിൽ എന്തോ ഒരു സാധനം മരത്തിൽ നിന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ആന ഇപ്പോഴും അവിടെ തന്നെ കേട്ടോ. ഞങ്ങൾ സ്റ്റക്കാണ്. കഴിയുണ്ടോ? കയറുവാടാ. അല്ലല്ല, അങ്ങോട്ട് ഫേസ് ചെയ്ത് ആന അവിടെ അതുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. വണ്ടി ഈ ഭാഗത്ത് സൗണ്ട് നമ്മൾ മുന്നോട്ട് വണ്ടി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തിരിച്ച് വീണ്ടും വരും. അതെ, വെയിറ്റ് ചെയ്യാം. എന്തായാലും അരമണിക്കൂറായെന്ന് തോന്നുന്നല്ലേ. ആന ഏകദേശം മുന്നോട്ട് കയറി പോയിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുത്ത് മുന്നോട്ട് നീങ്ങുവാണേ. അനക്കം ഉണ്ട് കേട്ടോ. തിരിഞ്ഞത്
ആന ഒരു സൈഡിലോട്ട് നീങ്ങിയപ്പോഴത്തേന് ഞങ്ങൾ പെട്ടെന്ന് വണ്ടി എടുത്ത് മുന്നോട്ടങ്ങ് കയറി. അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ഏകദേശം അരമണിക്കൂറോളം അവിടെ സ്റ്റക്കായി ഞങ്ങൾ. നമ്മളിതായിട്ടിപ്പം അച്ചൻകോവിൽ റൂട്ട് വന്ന് അച്ചൻകോവിൽ കഴിഞ്ഞിപ്പം തെങ്കാശിയിലോട്ട് പോകുന്ന ആ ഒരു റോഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു റിവർ പോലെ കണ്ട് ഇവിടെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തേനെ. ഈ റിവർ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ?